മലയാളത്തിൽ പിരിച്ചെഴുതാൻ പറ്റുന്ന പദങ്ങളെ നമ്മൾ സമസ്ത പദം എന്നാണ് പറയുക. കോമ്പൗണ്ട് നൗൺസ്. രണ്ട് പദങ്ങൾ ചേർന്ന് ഒരു പദമായി മാറുന്ന പരിപാടിയാണ്. മലയാളത്തിൽ ഇങ്ങനെ ധാരാളം പദങ്ങളുണ്ട്, സമസ്ത പദങ്ങൾ. അതിലേറ്റവും വ്യാകരണകാരന്മാർക്ക് വ്യവച്ഛേദിക്കാൻ ബുദ്ധിമുട്ടുള്ള, പിരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള 2-3 സമസ്ത പദങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഈ വ്യാകരണം പഠിക്കുമ്പോൾ, മലയാള വ്യാകരണം പഠിക്കുമ്പോൾ, ഈ നിങ്ങൾ എങ്ങനെയാണ് നീ അധികം കള്ളായി പിരിയുന്നതെന്ന്, പിന്നെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്, ഒരു വലിയ നീണ്ട കഥയുണ്ട് അതിനകത്ത്. നിങ്ങൾ നിങ്ങളൊക്കെ ആയി മാറിയതാണ്. നീ അധികം കള്ളാണ്. കള്ളാണല്ലോ ബഹുവചന പ്രത്യയം. കുട്ടികൾ, ചട്ടികൾ. അപ്പോൾ അതുപോലെ മറ്റൊരു പദമുണ്ട് മലയാളത്തിൽ പിരിക്കാൻ ബുദ്ധിമുട്ടുള്ള പദം. അത് ഞങ്ങൾ എന്നാണ്. അതെങ്ങനെ പിരിക്കും? ഞാൻ അധികം കൾ. ഓക്കെ, അതാണ് ഞങ്ങളായി മാറുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ക്രിസ്മസിന് വന്നിട്ട് നമുക്ക് എന്ത് മലയാള വ്യാകരണമാണ് പഠിപ്പിക്കുന്നതാണ്, അല്ലെ? ഇതൊരു മലയാള വ്യാകരണം പഠിപ്പിക്കാൻ പറ്റിയൊരു സായാഹ്നമല്ല എന്ന് എനിക്കറിയാം. ഞാനൊരു മലയാളം ടീച്ചറാണ്. പക്ഷേ മലയാള വ്യാകരണം പഠിപ്പിക്കാൻ പറ്റിയൊരു സായാഹ്നമല്ല. പക്ഷെ ക്രിസ്മസ് എന്ന് പറയുന്നുണ്ടല്ലോ, മനുഷ്യ ജീവിതത്തിൻ്റെ വ്യാകരണമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ വ്യാകരണമാണ്. അപ്പോൾ ഒരു ഐക്യത്തിൻ്റെ വ്യാകരണമാണ് ശരിക്കും ക്രിസ്തു. അതെങ്ങനെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ മലയാള ഭാഷയിലാണ് അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മലയാള ഭാഷയിൽ ഒരൊറ്റ സമസ്ത പദം മാത്രമേ പിരിക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. പക്ഷേ അത് സിംഗുലർ, ഏകവചനമല്ല, അത് ബഹുവചനമാണ്, അത് കോമ്പൗണ്ട് നൗൺ ആണ്. പക്ഷേ അതിനെ പിരിച്ചെഴുതാൻ പറ്റില്ല. നമ്മൾ എന്ന പദമാണ്. അപ്പോൾ ഈ നമ്മൾ എന്നുള്ള പദവും ക്രിസ്മസും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ സഹജീവനത്തിൻ്റെ വ്യാകരണമായി മാറുന്നു. ഒരുമിച്ച് ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇമ്മാനുവേൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അത് കുടുംബത്തിൽ ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർത്ഥപൂർണമായൊരു അർത്ഥം തന്നെയാണത്. ഇമ്മാനുവേൽ എന്ന ഈശോയുടെ ആ പേരിൻ്റെ അർത്ഥം ദൈവം ഞങ്ങളോടുകൂടെ എന്നോ ദൈവം നിങ്ങളോടുകൂടെ എന്നോ അല്ല. പിന്നെ എന്താണ്? ദൈവം നമ്മോടുകൂടെ എന്നാണ്. ദൈവം നമ്മൾ എന്ന ഭാവത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവ് ഉണ്ടെങ്കിൽ അവിടെ എന്തില്ല? നമ്മളില്ല. ശരിയല്ലേ? നമ്മളില്ല. നമ്മളില്ലാത്തടത്ത് എന്തില്ല? ദൈവമില്ല. ഞങ്ങളുള്ളിടത്ത് നിങ്ങളുണ്ട്, നിങ്ങളുള്ളിടത്ത് ഞങ്ങളുമുണ്ട്. പക്ഷെ ഈ വിഭാഗം ഇവിടെ ഇത്രയും മാത്രം ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ചൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരാരായി മാറി? നിങ്ങളായി മാറി. നമുക്കറിയാവുന്ന കാര്യമാണ്, വിശദീകരണം ആവശ്യമില്ല. പക്ഷേ വിശദീകരണം ആവശ്യമില്ലെങ്കിലും വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ ഞങ്ങൾ നിങ്ങൾ ഭാവത്തിൻ്റെ മുറിവുകളാണ്. നമ്മളാകാനുള്ള സ്വാഭാവികമായ പ്രേരണ ഉള്ളിൽ നിലനിൽക്കെ തന്നെ ഞങ്ങളും നിങ്ങളുമാകാനുള്ള ഒരു പ്രലോഭനത്തിൽ പെട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളാകാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു ആന്തരിക വ്യഥയുണ്ട്. അത് ക്രിസ്മസിൻ്റെ ധ്യാനമാണ്. അത് കുടുംബത്തിലുണ്ട്, അത് ദാമ്പത്യത്തിലുണ്ട്, അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്നത് സിൽവർ ഹിൽ സ്കൂളിൻ്റെ സ്റ്റേജിലാണ്, അധ്യാപകരുടെ മുമ്പിലാണ്, സ്റ്റാഫ് റൂമിലുണ്ട്, ക്ലാസ് റൂമിലുണ്ട്. ഈ ഒരു ആന്തരിക വ്യഥ എന്തിനു വേണ്ടിയുള്ളത്? നമ്മളാകാനുള്ള കൊതിയെ മതി എന്ന് പറഞ്ഞ് വിലക്കി മുറിക്കുന്ന, ഞങ്ങൾ നിങ്ങൾ ഭാവത്തിൻ്റെ വൈരം കൊണ്ട് മുറിയുന്ന ഒരു നോവുണ്ട് മനുഷ്യ സമൂഹത്തിൽ. അത് രണ്ടുപേരും ഒരുമിക്കുന്നിടത്തെല്ലാം ഉണ്ട്. ആ നോവിൻ്റെ പേര് കെനോസിസ് എന്നാണ് എന്ന് ഞങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ പറയും അച്ഛന്മാർ. കെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യവൽക്കരണം, ചെറുതാകൽ.
ഈ ക്രിസ്മസിന്റെ സന്ദേശം ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഒരു ക്രിസ്റ്റോളജിയുമായി ബന്ധപ്പെട്ടാണ്, ക്രിസ്തു വിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് ഞങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഒരു വചനം ഞങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കാറുണ്ട്. ഈശോയെ പറ്റി പറയുന്ന വാക്കാണ്, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടു എന്നാണ് ബൈബിളിൽ ഈശോയുടെ മനുഷ്യാവതാരത്തെ വിവരിക്കുന്ന ഭാഗത്ത് വിശദീകരണം നൽകുന്നത്. അതൊരു ചെറുതാകലാണ്. എവിടെയൊക്കെ നമ്മൾ എന്ന ഭാവം ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അവിടെ 2-ൽ-1 ഞാൻ ഭാവത്തിൽ നിന്ന് ചെറുതായിട്ടുണ്ട്. നീയും ഞാനും കൂടി ലയിക്കാൻ ഞാൻ ഭാവത്തെ ബലി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. That is what is called kenosis. That is kenotic experience. ക്രിസ്മസ് ഈസ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹ്യൂമൻ കനോട്ടിക് എക്സ്പീരിയൻസ് എന്ന് പറയാറുണ്ട്. മനുഷ്യൻ്റെ ശൂന്യവൽക്കരണ അനുഭവത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വല്ലാതെ വേർപിരിഞ്ഞു പോകുമായിരുന്നു. ആരെങ്കിലും ഒരാൾ ചെറുതാകാനില്ലാത്ത ഇടങ്ങളിൽ, 2 പേരും വലുതാകാൻ മാത്രം കിടന്ന് പരിശ്രമിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളും നിങ്ങളുമേ ഉള്ളൂ എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മളില്ലാത്തിടത്ത് ദൈവാനുഭവവുമില്ല. ഏത് മതധാരയിലുള്ളവരും ആയിക്കോട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ വ്യത്യസ്തമായ മതധാരകളിലുള്ളവരല്ലേ. എവിടെയാണ് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഈ വൈരം നിലനിൽക്കുന്നിടത്ത് ദൈവാനുഭവം ഉള്ളത്? എവിടെയാണ് സ്പിരിച്വാലിറ്റി ഉള്ളത്? ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെറുതാകാൻ മനസ്സാകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുണ്ട്. നിന്റെ ഒച്ച കേൾക്കാൻ വേണ്ടി ഞാൻ മിണ്ടാതിരുന്നോളാം എന്ന് പറയുന്നിടത്ത് നമ്മളുണ്ട്. നിങ്ങളെല്ലാവരും മാരീഡ് കപ്പിൾസ് ആണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഒരു ഇടവകയിൽ മാതാപിതാക്കൾക്ക് മാത്രമായിട്ട്, വിവാഹിതർക്ക് മാത്രമായിട്ടുള്ളൊരു സംഭാഷണം നടക്കുകയാണ്. അവിടെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എല്ലാവരും കാത്തലിക് ആയിട്ടുള്ള പള്ളിയിലാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് ഈ വിവാഹ ജീവിതം ഒരു വിജയമാകണം എന്നാഗ്രഹിക്കാതെ ആരെങ്കിലും ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടോ? ആരുമില്ല. എല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ 5 വർഷവും 1 വർഷവും 10 വർഷവും 50 വർഷമൊക്കെ ആയവരുണ്ടേ പള്ളിക്കകത്ത്. ഞാൻ അവരോട് ചോദിച്ചു, വിജയിച്ചോ നിങ്ങളുടെ വിവാഹ ജീവിതം എന്ന് ചോദിച്ചു. അപ്പം ആരും മിണ്ടിയില്ല. അങ്ങനെ ചുമ്മാ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ തീരേണ്ട സാധനമല്ലല്ലോ ഈ മാരീഡ് ലൈഫ്. അപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വിജയിച്ച വിവാഹ ജീവിതത്തിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. 59 വർഷത്തെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഇപ്പോഴും തുടരുന്ന ദാമ്പത്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണല്ലോ ഞാൻ. അതൊരു വിജയിച്ച ദാമ്പത്യമാണ്. കാരണം മുടിഞ്ഞ പ്രേമമാണ് രണ്ടിനും ഇപ്പോഴും. ശരീരം കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു സമയത്തും ഹൃദയം പരസ്പരം ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയുള്ള, നമ്മളാകാൻ വേണ്ടിയുള്ള ഒരു കൊതി കൊണ്ട് നിന്റെ മതി എനിക്ക് എന്ന് പറയുന്ന ആ ഒരു ഒരുമയുണ്ടല്ലോ, അവിടെ ഞങ്ങളും ഇല്ല, ഞാനും ഇല്ല, നീയും ഇല്ല. അപ്പം അവിടെ ദൈവം മാത്രമേ ഉള്ളൂ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദാമ്പത്യത്തിൽ. അവിടെ ക്രിസ്മസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരോട് ചോദിച്ചു, വിജയിച്ചോ? അപ്പം അവർ ആരും വേണ്ടിയില്ല. അപ്പോൾ അവർക്കൊരു ഹെൽപ്പിന് വേണ്ടി ഞാനൊരു ക്ലൂ കൊടുത്തു. ആര് വിജയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യം വിജയിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അമ്മമാരുടെ ഭാഗത്തുനിന്ന് ഒരു അമ്മ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഭർത്താവ് വിജയിക്കുന്ന കുടുംബമാണ് അച്ഛാ, വിജയിക്കുന്ന കുടുംബം എന്ന് പറഞ്ഞു. കാരണം ഭർത്താവ് ഉത്തരവാദിത്വമുള്ളവനാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഉടനെ ഭർത്താക്കന്മാർ പറഞ്ഞു, അത് ശരിയല്ല അച്ഛാ, വീട്ടിലോട്ട് കയറി വരുന്ന പെണ്ണ് ഉത്തരവാദിത്വമുള്ളവളാണെങ്കിൽ കുടുംബം രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇച്ചിരി ടൗണിലൊക്കെ പോയി സന്ധിക്കൊക്കെ കയറി വന്നാലും മക്കളെയെല്ലാം നോക്കി ഭാര്യ കൃത്യമായിട്ട് എല്ലാം നോക്കാൻ കപ്പാസിറ്റി ഉള്ളവളാണോ, കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാർന്നോര്, ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു കാർന്നോര്, അയാളുടെ ഊന്നുവടി പൊക്കി പിടിച്ചു. വെല്ലിപ്പനാണ്. ഞാൻ എൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, എന്താണ് പറയാനുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് 2ഉം പൊളിയാണ് ഫാദർ. ഈ പറഞ്ഞത് 2ഉം പൊട്ടത്തരമാണ്. 2-ൽ-1 മാത്രം ജയിക്കുന്ന ദാമ്പത്യം പറ്റെ പരാജയപ്പെടുന്ന ദാമ്പത്യമാണ്, തോറ്റുപോകുന്ന ദാമ്പത്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. ശരിയാണ്. പിന്നെ എന്താണ് ഒരു പരിഹാരം? 53 വർഷമായി ഇതാ എൻ്റെ ഭാര്യ അപ്പുറത്ത് കവണിയും പുതച്ചിരിപ്പുണ്ട്, ജനലിൻ്റെ അടുത്തിരിപ്പുണ്ട്, അവളോട് ചോദിച്ചാൽ അറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വെല്ലിപ്പൻ തന്നെ
മൈക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറയുകയാണ്, എൻ്റെ അനുഭവം ഇതാണ്, ഒരാൾക്ക് ജയിക്കാൻ വേണ്ടി മറ്റേയാൾ തോറ്റുകൊടുത്ത നിമിഷങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ജയിച്ചിട്ടുള്ളൂ എന്നാണ്. നിനക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ തോറ്റു തരാം, നീയും ഞാനുമില്ല, നമ്മളാകാം എന്ന് പറയുന്നിടത്ത് ദൈവം പ്രത്യക്ഷപ്പെടുന്ന നിമിഷങ്ങളാണ്. അത്തരത്തിൽ തോറ്റുപോകുന്നവൻ്റെ നൊമ്പരമുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഈ ചെറുതാകലിൻ്റെ വ്യഥ എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ഈ ക്രിസ്മസിൻ്റെ പെയിൻ. അത് ക്രിസ്തു അനുഭവിച്ചു. ക്രിസ്തുവിനോട് സാമ്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ മാത്രം മിണ്ടിയാൽ മതി, നീ മിണ്ടണ്ട എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ക്രിസ്മസ്? എവിടെയാണ് നമ്മൾ? എവിടെയാണ് ഐക്യം? എവിടെയാണ് ഒരുമ? ശരിയല്ലേ? ഇത് തന്നെയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യ സഹജീവനത്തിൻ്റെ വ്യാകരണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. ഞങ്ങളും നിങ്ങളുമായിട്ട് പറയാൻ വളരെ എളുപ്പം. അങ്ങനെ വേർതിരിക്കാൻ താല്പര്യമുള്ളവർ ധാരാളം, ഒരുമിപ്പിക്കാൻ വേണ്ടി ചെറുതാകണമെന്ന് പറയുന്നവർ ചുരുക്കം. അങ്ങനെയുള്ളവരുള്ളിടത്തുള്ള അനുഭവത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഇത് ഒരു ടീച്ചർ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നിങ്ങൾ ആദ്യം പരിശീലിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാഫ് റൂമിൽ തന്നെയാണ്. സിൽവർ ഹിൽസ് ആണെങ്കിലും ഗോൾഡൻ ഹിൽസ് ആണെങ്കിലും നീ ഞാനും നമ്മൾ ഒന്നാണ് എന്ന്, നമ്മൾ ഈ ഒരു വിദ്യാക്ഷേത്രത്തിൻ്റെ നമ്മൾ ഭാവം നിർമ്മിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് എനിക്ക് നിന്നോടും നിനക്കെന്നോടും സമഭാവത്തോടെ സംവദിക്കാൻ കഴിയുന്ന നിമിഷം സംജാതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്തരത്തിലുള്ളൊരു ലയം നിങ്ങളുടെ ആ നൃത്തത്തിലുണ്ടായിരുന്നു. നിങ്ങളുടെ ആ ഗാനത്തിലും അത്തരത്തിലൊരു ശ്രുതിച്ചേർച്ചയും ലയവും ഉണ്ടായിരുന്നു. അത് വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വേദനയുടെ ലോകത്തിലൂടെ നടക്കുമ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് ക്രിസ്മസ് നമ്മോട് മന്ത്രിക്കുന്ന ഒരു വലിയ രഹസ്യം. അതുകൊണ്ട് നമുക്ക് നമ്മളാവാം എന്ന വിചാരം ആരുടെ ഉള്ളിൽ ഉണരുന്നുവോ അവൻ്റെ ഉള്ളിൽ ദൈവം പിറക്കുന്നതിൻ്റെ അനുഭവമാണത് എന്ന് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് ക്രിസ്മസ് ആഘോഷം ആരംഭിക്കാം. ആശംസകൾ.